പിങ്കി എടി ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ എന്തിനാടി കിടന്നിങ്ങനെ തല്ലുണ്ടാക്കണേ? അതന്നെ ചേച്ചി ഞാനും ആലോചിക്കണേ. ഈ സിനിമ ആസ്വാദനം എന്ന് പറഞ്ഞാലേ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഈ വ്യക്തി സ്വാതന്ത്ര്യം മൂക്കുമ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല, ഞാൻ മാത്രം പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അടിയും ഇടിയും പഴക്കൊക്കെ ഉണ്ടാകും. അത് ശരിയാണ്ടേ. ഇപ്പൊ തന്നെ ഫേസ്ബുക്ക് തുറന്നു നോക്ക്. ഇപ്പൊ മമ്മൂക്കയുടെ മോഹൻലാലിന്റെ ഒരു പടം വന്നെന്ന് വെച്ചോ, ഒരു പ്രാവശ്യം പോലും സിനിമ കാണാത്ത കുറെ ടീമുകളുണ്ട്. എന്നിട്ട് അതിനെ താഴെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടും. പടത്തിന് എങ്ങനെ ഡീഗ്രേഡിങ് ചെയ്യാന്ന് പറഞ്ഞായിരിക്കും അവന്മാര് നടക്കുന്നത്. ആ കമന്റ് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ആ സിനിമ മോശമാണെന്നും പറഞ്ഞ് ആരും കാണാൻ പോകില്ല. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവരെയൊക്കെ കൊണ്ട് നമ്മളെന്നാലും ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നല്ലേ. വെറുതെ അച്ഛന് ഫാൻസിന്റെ ഭ്രാന്ത് മൂത്ത് എന്തൊക്കെയാടി നമ്മുടെ അച്ഛനോട് നമ്മൾ പറഞ്ഞത്. ആ നമ്മുടെ അച്ഛൻ ഒരുപാട് വിഷമമായി കാണുന്നത്. ചേച്ചി, നമ്മൾ ഇനി ഫാൻസിന്റെ പേരും പറഞ്ഞിട്ട് ഇനി അടിയൊന്നും ഉണ്ടാക്കൂല കേട്ടല്ലോ. ഫാൻസിന്റെ പേര് പോലും നമ്മൾ അടി ഉണ്ടാക്കില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അടി ഉണ്ടാക്കാലോ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. അത് വേണം. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാൻ എന്റെ ടെലിഗ്രാമിൽ നിന്ന് സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന നിർത്തി. നല്ലത്. കാരണം ഭാവിയിലെ സിനിമ സംവിധായകയൊക്കെ ആവാൻ പോകുന്നതാണല്ലോ. അപ്പൊ ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ. സിനിമ എന്ന് പറയുന്നതേ സ്വപ്നം കാണുന്നവർക്കുള്ളതാണ്. നീ സ്വപ്നം മാത്രം കണ്ടാ പോരെ, അതിന് വേണ്ടിട്ട് ഹാർഡ് വർക്കും കൂടി ചെയ്യണം. അത് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ അച്ഛന്റെ പിണക്കം മാറ്റണ്ടേ? എങ്ങനെ എങ്ങനെ എങ്ങനെയെന്നാ? ഹലോ മിസ്റ്റർ രവീന്ദ്രനാഥ്, എന്താണ് വലിയ ആലോചന? പിള്ളേർ വന്ന് ഈ സിനിമാ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ എന്റെ കുട്ടിക്കാലം ആലോചിച്ചു പോയതാണ്. മണി, ഞാനേ ആദ്യമായിട്ട് സിനിമ കണ്ടപ്പോഴേ നസീറും ഷീലയാണേ. അപ്പൊ എന്റെ വിചാരം സ്ക്രീനിന്റെ അകത്ത് ഇവരുണ്ടെന്നാണ്. ഇന്റർവെൽ ആയപ്പോ ഞാൻ സ്ക്രീനിൽ ആ തിരശ്ശീല പിടിച്ച് പൊക്കി നോക്കി, എന്തായാലും പുറകിൽ ആളുണ്ടോ നോക്കാൻ. രസങ്ങള്. അപ്പൊ എന്റെ ഓണറല്ല, അതിന്റെ തിയേറ്ററിന്റെ ആരോ ഒരാള് വന്ന് എന്നെ എന്ത് ഞാൻ പറഞ്ഞല്ല, നസീർ ബാക്കിൽ കൊണ്ട് നോക്കി. തള്ളും ഒരു മയത്തിലൊക്കെ തള്ളാൻ കേട്ടാ. തള്ള സത്യമായിട്ട് നടന്ന സംഭവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയെന്ന്. എന്റെ ഭഗവതി, നിങ്ങക്ക് ബാങ്കിൽ തന്നെയല്ലേ ജോലി? എനിക്ക് ഇപ്പൊ സംശയം ഉണ്ട് കേട്ടോ, നിങ്ങക്ക് എങ്ങനെ കിട്ടിയെന്ന്. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ ഒരു രസം തന്നെ. ഈ പണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണേ, ആദ്യമായിട്ട് സിനിമ സ്ക്രീനിൽ പ്ലേ ചെയ്ത സമയത്ത് കണ്ടോണ്ടിരുന്ന ആൾക്കാരെ ട്രെയിന് വന്ന് ഷോർട്ടായപ്പോ ചെതറി ഓടി. കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിപ്പോയല്ലോ. അങ്ങനെയല്ല, ഇത്ര സിനിമ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. ഒരു സൂത്രം കാണിച്ചു തരാം. ഞാൻ പറയാം, നീ കൈവിട്, നീ കൈവിട്, ഞാൻ പറയാം. കണ്ണടച്ചു ഞാൻ വരണമെന്നില്ല. ഞാൻ എന്നെ പിടിച്ചോണം, പടിയാണ്. എന്ത് കാര്യം അതൊക്കെ പറയാം. എനിക്ക് പറയാനല്ല, കാണിക്കാനുള്ള. അച്ഛാ, ഞങ്ങളുടെ ഹീറോ എന്നും അച്ഛനാണ്. അച്ഛൻ ആദ്യമായിട്ട് കണ്ട സിനിമയിലെ താരങ്ങൾ അച്ഛൻ എങ്ങനെ അത്ഭുതപ്പെടുത്തിയോ അതുപോലെ തന്നെ അച്ഛനെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. അച്ഛാ, ഞങ്ങളുടെ മനസ്സിലെ താരങ്ങളെക്കാൾ മുകളിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ. അപ്പൊ അച്ഛനാണ് നിങ്ങളുടെ എക്കാലത്തെയും സൂപ്പർ ഹീറോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.